ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. നമ്മുടെ പഴമക്കാർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷങ്ങളെപ്പറ്റി പഠിപ്പിക്കുവാനായി ഉപയോഗിച്ചിരുന്ന പഴമൊഴിയാണല്ലോ ഇത്. മനുഷ്യരെല്ലാവരും മാന്യമായി ജോലി ചെയ്തുകൊണ്ട്, നല്ല വേതനം വാങ്ങിച്ചുകൊണ്ട്, ദൈവാരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഞായറാഴ്ചത്തെ 4 വായനകളിലൂടെ പ്രിയപ്പെട്ടവരെ, അധ്വാനവും വിശ്രമവും ദൈവാരാധനയും അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സമാസമം ചേർന്നു പോകുന്ന 3 ഘടകങ്ങളാണ്. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടികർമ്മങ്ങൾ പൂർത്തിയാക്കിയ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മളും ഇതുപോലെ അധ്വാനിച്ച ശേഷം മാന്യമായി വിശ്രമിച്ചുകൊണ്ട് ദൈവാരാധനയിൽ പങ്കുചേർന്ന് സന്തോഷത്തോടെ ജീവിക്കേണ്ട വ്യക്തികളാണ്. 18-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ഒരു ഉപഭോഗ സംസ്കാരം വളർന്നു വന്നപ്പോൾ മനുഷ്യനെ ഒരു ഉപയോഗ വസ്തുവായി കണ്ട പല കമ്പനികളും കുത്തക മുതലാളിമാരും മനുഷ്യനെ അധികമായി ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചു. മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടമെന്നും അവന് മാന്യമായ ജോലിയും വേതനവും വിശ്രമവും ദൈവാരാധനയ്ക്കുള്ള അവസരവും ഒരുക്കി കൊടുക്കണമെന്ന് റേരും നോവാരും എന്ന ചാക്രയ ലേഖനത്തിലൂടെ തിരുസഭയും 13-ാം ലയോ മാർപ്പാപ്പയും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ വക്താക്കളായ നമുക്ക് മാന്യമായി ജോലി ചെയ്തുകൊണ്ട്, വിശ്രമിച്ചുകൊണ്ട്, ദൈവാരാധന നടത്തിക്കൊണ്ട് ദൈവമഹത്വത്തിനായി സഹോദരൻ നമ്മൾക്കായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുവാനായി മാന്യമായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കുമെന്ന് ഈ ഞായറാഴ്ചത്തെ 1-ാമത്തെ വായനയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ യാക്കോബ് തൻ്റെ ജീവിതാഭിലാഷമായ റേച്ചലിനെ സ്വന്തമാക്കുവാനായി 14 വർഷം ലേബാൻ്റെ മുമ്പിൽ പരാതികൾ കൂടാതെ ജോലി ചെയ്യുമ്പോൾ അവന് ലഭിക്കുന്ന സന്തോഷത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും പരാതികൾ കൂടാതെ സന്തോഷത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുമെന്ന് ഈ വായന നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ 2-ാമത്തെ വായനയിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക, വാർദ്ധക്യകാലം വരെ ജോലി ചെയ്യുക. ദൈവ അനുഗ്രഹമാണ് ദൈവഭക്തന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ദൈവ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് ബാക്കിയെല്ലാം വന്നു ചേരുമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളുടെ പൂർവികരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇത് 100% സത്യമാണെന്ന് നമുക്ക് അനുഭവ ബോധ്യമുള്ളതാണ്. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അല്പം കാർക്കശ്യത്തോടുകൂടി ചില അലസരായ വ്യക്തികളെ ഉപദേശിക്കുകയാണ്. പൗലോസ് ശ്ലീഹ തന്നെ അവർക്ക് മാതൃകയായി നൽകുകയാണ്. പൗലോസ് ശ്ലീഹ പ്രകാരം പറയുന്നു: ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്തപ്പോൾ ഞങ്ങൾക്കുള്ള തുക സമ്പാദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ കഠിനാധ്വാനം ചെയ്തത് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും അധ്വാനിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് കാർക്കശ്യത്തോടുകൂടി പൗലോസ് ശ്ലീഹ പറയുകയാണ്. കാരണം ഭക്ഷിക്കുന്ന എല്ലാവരും അധ്വാനിക്കേണ്ട വ്യക്തികളാണെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. മാന്യമായി ജോലി ചെയ്ത് മാന്യമായ വേതനം പറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം വളരെ പ്രായം ചെന്ന വ്യക്തികൾ പോലും
ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന പള്ളിയിൽ അവിടുത്തെ ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് വന്നിരുന്ന ഒരു സുലു എന്ന് പറഞ്ഞ അമ്മച്ചിയാണ്. 90 വയസ്സിലും അല്പം കുനി വന്ന് ആഴ്ചയിൽ 2-3 ദിവസം ജോലി ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ജോലിയിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും ദൈവം നമുക്ക് നൽകിയിരുന്ന അവസരങ്ങളും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സന്തോഷവാന്മാരെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്നെ തൻ്റെ പിതാവിൻ്റെ തൊഴിൽശാലയിൽ ജോലി ചെയ്തിരുന്നുവെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു ജോലിയും കുറഞ്ഞതല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി അധ്വാനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു വരുന്നത്. ഇനി ഈ ഞായറാഴ്ചത്തെ സുവിശേഷം മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ്. സ്വർഗരാജ്യത്തെ ഉപമിക്കുന്നത് ഒരു വീട്ടുടമസ്ഥൻ തൻ്റെ ഭൃത്യന്മാർക്ക് വിവിധ താലന്തുകൾ നൽകി ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നതാണ്. 5ഉം 3ഉം 1ഉം താലന്ത് നൽകിയിട്ടുണ്ട്. അവനൊരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആദ്യ 2 ഭൃത്യന്മാർ തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ ഇരട്ടിയായി അവന് തിരിച്ചു കൊടുക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് പറയുകയാണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനേകമായിട്ടുള്ള താലന്തുകൾ നൽകി നമ്മളെ ഈ ഭൂമിയിൽ അയച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അത് ഇരട്ടിയാക്കി നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പാരമ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട്, അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ള വ്യക്തികളിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടുതൽ നന്മകൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ ദൈവം കൂടുതൽ പ്രസാദിക്കുന്നതും കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളെ ഭരമേൽപ്പിക്കുന്നത്. എന്നാൽ ഒരുവൻ മാത്രം ഈ യജമാനൻ നൽകിയ താലന്ത് മണ്ണിൽ കുഴിച്ചു മൂടുകയാണ്. അവന് യജമാനെ പറ്റി പേടിയാണ്. അവൻ യജമാനെ ഒരു ദുഷ്ടനായിട്ട് കാണുന്നു. അവനെപ്പോഴും നിരാശനായിട്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും വന്നു പോകുന്ന ഒരു അപകടമാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാതെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളെയും കുറവുകളെയും കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിരാശരായി ജീവിക്കാതെ ആദ്യ 2 ഭൃത്യന്മാർ ചെയ്തതുപോലെ എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് സ്വർഗരാജ്യം നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലും എത്തിച്ചേരുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതൊരു വികാരിയച്ഛൻ്റെയാകാം, ഒരു അധ്യാപകൻ്റേതാകാം, മറ്റു ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയാകാം. ആ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു കുടുംബനാഥൻ്റെ ആകാം, കുടുംബനാഥയുടെ ആകാം, ആരെയാണെങ്കിലും ആ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സ്വർഗരാജ്യം എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കഠിനാധ്വാനം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഈ ഞായറാഴ്ചയിലെ വായന നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ബോധ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വ്യക്തികളായി ജോലി ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.